നമ്മളെല്ലാവരും വിളിക്കുന്ന ആളുകളുടെ പേര് അറിയാൻ വേണ്ടി ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ട്. അധികം ആളുകളും ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ടെങ്കിലും ട്രൂ കോളിനകത്ത് ഒരുപാട് ബഗ്ഗുകളുണ്ട്, സ്പാം ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടൊക്കെ പല ആളുകളും പറയാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ട്രൂ കോളർ. എന്നാൽ ട്രൂ കോളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരാണ് വിളിക്കുന്നതെന്ന് അവരുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ട്രൂ കോളറിൻ്റെ ആവശ്യമില്ല. ടെലികോം കമ്മ്യൂണിറ്റികൾ ഇനി നമ്മുടെ പേര്, വിളിക്കുന്ന ആളുടെ പേര് നമുക്ക് കാണിച്ചു തരും എന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. നമുക്ക് വിളിക്കുന്ന ആളുടെ പേര് നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. ഇനി ട്രൂ കോളറോ മറ്റോ ആപ്പുകളുടെയും സഹായം വേണ്ട. നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ആ വിളിക്കുന്ന ആളുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞ് കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ട്രായ് കൊണ്ടുവന്നൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് ടെലികോം കമ്മ്യൂണിറ്റികൾ ആധാറിൽ, നിങ്ങളുടെ പേര് ആധാറിൽ എന്താണോ അതേ പേരിലായിരിക്കും ഇനി നിങ്ങളുടെ നമ്പർ കാണിക്കുക. നമ്പർ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആധാറിലുള്ള എന്ത് പേരാണോ അതായിരിക്കും ഇനി നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് അവരിലേക്ക് കാണിക്കാം. അപ്പോൾ ചില ആളുകൾക്ക് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പേര് പറയുന്നുണ്ടെങ്കിൽ ഓർക്കാം, നമ്മുടെ പേര്, നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ പേര് അവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് വിളിച്ച പല ആളുകളുടെയും പേരുകൾ എനിക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കണ്ടു. കാരണം ഇത് ഞാൻ ഉപയോഗിക്കുന്ന എയർടെല്ലാണ്. ഇപ്പോൾ നിലവിൽ എയർടെല്ലും ജിയോയ്ക്കുമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ മറ്റു നെറ്റ്വർക്കുകളിലേക്കൊക്കെ ഈ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജിയോയ്ക്ക് ഏകദേശം 5 സംസ്ഥാനങ്ങളിലും എയർടെല്ലിന് 4 സംസ്ഥാനങ്ങളിലുമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റിൽ വരും ദിവസങ്ങളായിട്ട് എല്ലാ നെറ്റ്വർക്കുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്, ചില ആളുകൾക്ക് നമ്മൾ പറ്റിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള കോളുകളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും പണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ വിളിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും മാർക്കറ്റിങ്ങിന് വേണ്ടിയൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. ഇവർ വിളിക്കുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം ഏതാണ്, അല്ലെങ്കിൽ ഏത് കമ്പനിയിലാണ് ആ സിം കാർഡ് എടുത്തിരിക്കുന്നത്, ആ കമ്പനിയുടെ പേര് കാണിക്കും. അതുപോലെ തന്നെ സ്പാമായിട്ട് വിളിക്കുന്ന ആളുകൾ, അവരുടെ സ്പാമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വിളിച്ച് പറ്റിക്കാൻ ഇനി സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് നമ്മുടെ നമ്പർ ഉപയോഗിച്ച് മറ്റാരെങ്കിലും വിളിച്ച് പറ്റിക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്പർ സേവ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ പേര് അവിടെ കാണിക്കും എന്നുള്ളത് കൂടെ ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അപ്ഡേറ്റാണ്. കാരണം പലപ്പോഴും നമുക്ക് വിളിക്കുന്ന ആരാണെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ, തീരെ സെക്യൂരിറ്റി ഇല്ലാത്ത തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് വേണം നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഇത് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇനി പറയുന്ന പോലെ നിങ്ങൾ ഡയൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. നിങ്ങളുടെ സ്ക്രീനിൽ നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം *# എന്ന് ടൈപ്പ് ചെയ്യുക, 31 എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും # ക്ലിക്ക് ചെയ്ത് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈഡ് ഔട്ട് ഗോയിങ് കാളർ ID സർവീസ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ എല്ലാ നെറ്റ്വർക്കിലും ഈ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടില്ല. എയർടെലിൽ തന്നെ എല്ലാ നെറ്റ്വർക്കിലേക്കും എത്തിയിട്ടില്ല. ജിയോയിലും അതുപോലെ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ അപ്ഡേറ്റ് എല്ലാവരിലേക്കും എത്തുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റാണ്. നിങ്ങളുടെ സിം കാർഡ് എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആധാറിലെ പേരായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.